ക്ലാസ്സിന്റെ അടിസ്ഥാനശാസ്ത്രം രണ്ടാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നിങ്ങൾ എഴുതി അയച്ചു തന്ന ലിസ്റ്റുകളൊക്കെ നമ്മൾ പരിശോധിച്ചു. എല്ലാം വളരെ മെച്ചപ്പെട്ട രീതിയിൽ എഴുതിയ കുഞ്ഞുങ്ങളുണ്ട്. സസ്യങ്ങളുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങളാണ് നിങ്ങൾ ഒന്ന് എഴുതി അയച്ചു തന്നത്. 2 ഔഷധ സസ്യങ്ങളും അവയുടെ ഔഷധ ഗുണവുമാണ് എഴുതി തന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം സസ്യങ്ങളുടെ ഭക്ഷ്യയോഗ്യമായ ഭാഗങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം തരുന്നത് സസ്യങ്ങളാണ്. അപ്പൊ നമുക്കൊരു ചോദ്യം, സസ്യങ്ങൾക്ക് ആരാണ് ഭക്ഷണം കൊടുക്കുന്നത്? സസ്യങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആരാണ്? അങ്ങനെ ഒരാളുണ്ടോ? ഇല്ല. സസ്യങ്ങൾക്ക് അവയ്ക്ക് ആവശ്യമായ ആഹാരം സ്വന്തമായി നിർമ്മിക്കുകയാണ്. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന ഈ ആഹാര നിർമ്മാണ പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. ഞാൻ എഴുതാം. ഇംഗ്ലീഷിൽ ഫോട്ടോസിന്തസിസ്. 2 വാക്കാണ് ഇവിടെ. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം അഥവാ സൂര്യപ്രകാശം എന്നാണ്. രണ്ടാമത്തെ വാക്കാണ് സിന്തസിസ് അഥവാ സംശ്ലേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മാണം എന്നാണ് അർത്ഥമാക്കുക. അപ്പൊ സസ്യങ്ങളുടെ ആഹാര നിർമ്മാണ പ്രക്രിയ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്. പ്രകാശ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ എന്തോ നിർമ്മിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് നിർമ്മിക്കുന്നത്? ആ നിർമ്മിക്കുന്നതാണ് ആഹാരം. ആ ആഹാരമാണ് നമ്മൾ കഴിക്കുക. ഇപ്പൊ ചീനിപ്പുഴുക്ക് നമ്മൾ കഴിക്കുമ്പോൾ ചീനിപ്പുഴുക്കിനകത്തിരിക്കുന്ന ചീനിയിലിരിക്കുന്ന ആഹാരമാണ്, സസ്യം നിർമ്മിച്ച ആഹാരമാണ് അതിനകത്തിരിക്കുന്നത്. ആ ആഹാരമാണ് നമ്മൾ കഴിക്കുക. തേങ്ങ ചമ്മന്തി അരയ്ക്കുമ്പോൾ ആ തേങ്ങാ ചമ്മന്തിയിൽ തേങ്ങ തിരുമിയിടുന്ന തേങ്ങ എന്ന് പറയപ്പെടുന്നത് സസ്യം നിർമ്മിച്ച ആഹാരമാണ്. അപ്പൊ സസ്യങ്ങൾ എങ്ങനെയാണ് ആഹാരം നിർമ്മിക്കുക? ആ ആഹാര നിർമ്മാണ പ്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുക. നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് ആഹാരം ഉണ്ടാക്കുക? നമ്മൾ വീട്ടിൽ ചോറ് വെക്കാറില്ലേ? ചോറ് വെക്കുന്നത് എങ്ങനെയാണ്? ചോറ് വെക്കാൻ എന്തെല്ലാം വേണം? കലം വേണം, വെള്ളം വേണം, അരി വേണം, തീ വേണം, അല്ലേ? അപ്പൊ നമ്മൾ കലമെടുക്കും, കലത്തിനകത്തേക്ക് വെള്ളം ഒഴിക്കും, എന്നിട്ട് തീ കത്തിച്ച് നമ്മൾ അടുപ്പിലേക്ക് നമ്മൾ ഈ കലം വെക്കും. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ അരി ഇടും. ഇതേപോലെയാണ് സസ്യങ്ങളും ആഹാരം ഉണ്ടാക്കുക. നമ്മൾ കലമെടുക്കുമ്പോൾ അവർക്കൊരു കലമുണ്ട്. അവരുടെ കലമാണ് ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ സസ്യങ്ങളുടെ ആഹാര നിർമ്മാണ പാത്രം എന്ന് പറയപ്പെടുന്നത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയപ്പെടുന്ന പാത്രമാണ്. ഈ പാത്രം ഇരിക്കുന്നത് സസ്യങ്ങളുടെ ഇടയിലാണ്. ഈ പാത്രം ഇരിക്കുക. അപ്പൊ നമ്മൾ കലമെടുക്കുമ്പോൾ അവര് ക്ലോറോപ്ലാസ്റ്റ് എടുക്കും, അഥവാ ഹരിതകം എന്ന് പറയപ്പെടുന്ന ഭാഗം, ഹരിതകണം എന്ന് പറയപ്പെടുന്ന ഭാഗം എടുക്കും. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അവരും വെള്ളം ഒഴിക്കും. വെള്ളത്തിന് പകരം വെള്ളം മാത്രം. ഇനി നമ്മൾ അരി ഇടത്തില്ലേ, അപ്പോ അവര് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ തീ കൊടുക്കുമ്പോൾ അവര് സൂര്യപ്രകാശം എടുക്കും. ഇങ്ങനെയാണ് സസ്യങ്ങളുടെ ആഹാര നിർമ്മാണ രീതി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് കുറച്ചുകൂടെ വിശദമായിട്ടൊന്ന് പഠിക്കാം. അപ്പൊ എങ്ങനെയാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുക? മണ്ണിലുള്ള വെള്ളം നമ്മൾ ചെടിയുടെ മൂട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറില്ലേ? അപ്പൊ ചെടിയുടെ മൂട്ടിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ വെള്ളം സസ്യങ്ങളുടെ വേരിലൂടെ അങ്ങ് ആഗിരണം ചെയ്യും. അങ്ങനെ വേരിലൂടെ വെള്ളം വലിച്ചെടുത്ത് അത് ഇലയിലേക്ക് എത്തിക്കും. നമ്മുടെ അടുക്കള പോലെ തന്നെ സസ്യങ്ങളുടെ അടുക്കളയാണ് ഇല. അപ്പൊ ഈ ആഗിരണം ചെയ്ത വെള്ളം നേരെ ഇലയിലേക്ക് എത്തിച്ചു. ഇലയിലേക്ക് വെള്ളം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് നേരെ കലത്തിലേക്ക് കയറും. കലം ഏതാ? സസ്യങ്ങളുടെ പാത്രമായിട്ടുള്ള ഫോട്ടോസിന്തസിസ് അപ്പാരറ്റസ് ആയിട്ടുള്ള പ്രകാശ സംശ്ലേഷണം നടത്തുന്ന പാത്രമായിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയപ്പെടുന്ന പാത്രത്തിലേക്കാണ് ഈ വെള്ളം എത്തിച്ചേരുക. അവിടെ വെച്ച് ഈ വെള്ളത്തെ വിഘടിപ്പിക്കും. വെള്ളത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് അങ്ങ് മാറ്റും. എന്നിട്ട് ഈ ഓക്സിജനെ സസ്യങ്ങൾ അങ്ങ് പുറന്തള്ളിക്കളയും. ഓക്സിജന് വേണ്ട. ആ ഓക്സിജനാണ് സസ്യങ്ങൾ പുറത്തുവിടുന്നതും നമ്മൾ ശ്വസിക്കാനായി ഉപയോഗിക്കുന്നതും ഈ ഓക്സിജനെയാണ്. അപ്പൊ സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നതോറും എന്ത് പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും? ഓക്സിജൻ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ ഓക്സിജനെയാണ് നമ്മൾ ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുക. ഇനി അന്തരീക്ഷത്തിൽ ഇഷ്ടം പോലെ വായു ഉണ്ട്. ഈ വായുവിനകത്തുള്ള ഒരു ഘടകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ സസ്യങ്ങൾ അതിന്റെ ഇലകളുടെ അടിവശത്തുള്ള സൂക്ഷ്മ സുഷിരങ്ങളുണ്ട്. നമ്മുടെ മൂക്കില്ലേ, ഈ മൂക്ക് പോലെ, മൂക്കിനെ നമ്മൾ വിളിക്കുന്നത് എന്താ? നാസാരന്ധ്രം. രന്ധ്രം എന്ന് പറഞ്ഞാൽ സുഷിരം എന്നാണ്.
ഇതേപോലെ സസ്യങ്ങളുടെ അടിവശത്ത് വളരെ സൂക്ഷ്മങ്ങളായ സുഷിരമുണ്ട്. ഈ സുഷിരങ്ങളിലൂടെ ഇവ എന്ത് ചെയ്യും? ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് ഈ കലത്തിലേക്ക് കൊണ്ടുവരും. കലം ഏതാ? ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകം. ഈ ക്ലോറോപ്ലാസ്റ്റിനകത്തേക്ക് എത്തിക്കും. എന്നിട്ട് ഈ വെള്ളത്തെ തല്ലിപ്പൊട്ടിച്ചുണ്ടാക്കിയ ഹൈഡ്രജനും ഈ കാർബൺ ഡൈ ഓക്സൈഡ് ചേർത്ത സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കും. ഈ ആഹാര നിർമ്മാണ പ്രക്രിയ വിളിക്കുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. അപ്പൊ നമുക്ക് നോക്കാം ഈ ഫോട്ടോസിന്തസിസ് നടക്കാൻ എന്തൊക്കെ വേണം. ആദ്യം വേണ്ടുന്ന സാധനം എന്ന് പറയപ്പെടുന്നത് ഒന്ന് പ്രകാശ സംശ്ലേഷണം നടത്താൻ ആവശ്യമായിട്ടുള്ള ഒന്നാമത്തെ സാധനം സസ്യങ്ങളുടെ പാത്രമാണ്. ആ പാത്രത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിതകം. രണ്ടാമത്തെ ആളാണ് വാട്ടർ അഥവാ ജലം. മൂന്നാമത്തെ ആളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നാലാമത്തെ ആളാണ് സൂര്യപ്രകാശം അഥവാ സൺലൈറ്റ്. അപ്പൊ പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സാധനങ്ങളാണ് ക്ലോറോപ്ലാസ്റ്റ്, വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ്, സൺലൈറ്റ് അഥവാ ഹരിതകം, ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, സൂര്യപ്രകാശം. ഇത്ര ഉപയോഗിച്ചാണ് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുക. അപ്പോൾ ആഹാരം പാകം ചെയ്യുന്നത് എങ്ങനെയാണ്? മണ്ണിലുള്ള ജലം സസ്യങ്ങൾ വേരിലൂടെ വലിച്ചെടുത്ത് ഇലകളിലേക്ക് എത്തിക്കും. ഇലകളിൽ പ്രകാശ സംശ്ലേഷണം നടത്താൻ ആവശ്യമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റിനകത്തേക്ക് വെള്ളം എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ സൂര്യപ്രകാശം ഉപയോഗിച്ച് ഇവ ഈ വെള്ളത്തെ അങ്ങ് വിഘടിപ്പിക്കും. അങ്ങനെ വെള്ളം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനുമായി മാറും. ഈ ഓക്സിജനെ അങ്ങ് പുറന്തള്ളും. അങ്ങനെ ഓക്സിജൻ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഹൈഡ്രജൻ ഇരിപ്പുണ്ട്. ഈ ഹൈഡ്രജനെ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ അകത്തേക്ക് എടുക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർക്കും. അങ്ങനെ ചേർത്ത് ഉണ്ടാക്കുന്ന സാധനത്തിന്റെ പേരാണ് ആഹാരം. ഈ ആഹാരത്തെ സസ്യങ്ങൾ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലൂക്കോസ്. അങ്ങനെ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നം എന്ന് പറയപ്പെടുന്നത് ഗ്ലൂക്കോസ് ആണ്. അപ്പം സസ്യങ്ങളുടെ ആഹാര നിർമ്മാണ പ്രക്രിയ വിളിക്കുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം.
കുറിച്ച് ഒരു കുഞ്ഞു കുറിപ്പ് തയ്യാറാക്കി നമുക്ക് എഴുതി അയച്ചു തരാം. കുഞ്ഞു കുറിപ്പ് എന്ന് പറഞ്ഞാൽ പേപ്പറിനകത്തേക്ക് എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം നടത്തുക, ആ ഒരു കുറിപ്പ് തയ്യാറാക്കി നമുക്ക് എഴുതി അയച്ചു തരിക എന്നുള്ളതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ക്ലാസ്സിന്റെ